എല്ലാ ദിവസവും വചനം കേൾക്കുന്നവർ, വചനം വായിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? പല വചനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവിനെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. എന്നാൽ എല്ലാ ദിവസവും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, എല്ലാ ദിവസവും വചനമൊക്കെ മറിച്ച് നോക്കുമ്പോൾ, വചനം പഠിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? അത് ഈശോ തന്നെ നമ്മളോട് സംസാരിക്കുന്നത് കൊണ്ട് ഒരു വലിയ ആനന്ദം നിങ്ങളിലേക്ക് നിറയുകയാണ്. പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ ഇങ്ങനെ പാടുന്നില്ലേ? എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ. പക്ഷെ സമ്മതിക്കുമോ? ഈ ലോകം സമ്മതിക്കില്ല, നമ്മൾ തന്നെ സമ്മതിക്കത്തില്ല. സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മളിങ്ങനെ ദുഃഖം അടിച്ച് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചൊക്കെ നിരാശപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. അതിനുള്ള ഏറ്റവും വലിയ, അത് മാറാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാ സങ്കടത്തിലും, എല്ലാ വേദനയിലും, എല്ലാ ഇരുട്ടിലും, എന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലും ഒരു ദിവസം പോലും വചനവായന മുടക്കുകയോ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നതും വചനം കേൾക്കുന്നതും മുടക്കാതിരിക്കുക. കാരണം ഓരോ തവണയും നമ്മൾ കേൾക്കുന്ന ആരെയാണ്? ഈശോയാണ്. അങ്ങനെയെങ്കിൽ ഏത് സിറ്റുവേഷനിലും ഈശോയുടെ വചനം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ലോകത്തിൽ ഒരിക്കലും ആർക്കും തരാൻ പറ്റാത്തൊരു ആനന്ദം നമ്മിലേക്ക് ഈശോ തരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നില്ലേ? ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്, എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനാണ്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഈശോ നമ്മളോട് ഈശോയുടെ വാക്ക് സംസാരിക്കുക. വിശുദ്ധത്തിലെ ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ ഈശോയുടെ സന്തോഷം നമ്മിലേക്ക് കുടികൊള്ളും, ഒപ്പം തന്നെ നമ്മുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ലോകം തരുന്നൊരു സന്തോഷമൊന്നുമല്ല. ലോകം തരുന്ന സന്തോഷമൊക്കെ ലോകം തിരിച്ചെടുക്കും, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. ഈശോ തരുന്ന ഒരു ആനന്ദമുണ്ട്, അത് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളും. ഓരോ തവണ വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ, ഒപ്പം തന്നെ നമ്മുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയുടെ കൂട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മോശ പ്രാർത്ഥിച്ചില്ലേ? കർത്താവെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ, ഞങ്ങളെ സ്വന്തമായിട്ട് സ്വീകരിക്കണേ എന്നൊക്കെ. വലിയ ഒറ്റപ്പെടലിലും സങ്കടങ്ങളും ആരും കൂടെയില്ലെന്നൊക്കെ തോന്നുമ്പോഴൊക്കെ ആ പ്രാർത്ഥന ഹൃദയത്തിലുണ്ടായിരിക്കണം. എൻ്റെ കൂടെ എൻ്റെ ഈശോ ഉണ്ട്, ഈശോ എന്നെ സ്വന്തമായി സ്വീകരിച്ചു. ആ ബോധ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയണമെങ്കിൽ എന്താ ചെയ്യണം? എല്ലാ ദിവസവും ഈ ഡോസ് എടുക്കണം. ഏത് ഡോസാ? വചനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആനന്ദം നൽകുന്ന ഈ ദൈവവചനത്തിൻ്റെ ഡോസ് എടുക്കണം. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്, ഒപ്പം തന്നെ ഈശോയുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളാനാണ്. സങ്കീർത്തനം 73-28 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം, വേറെ ഒന്നുമല്ല. ലോകം മുമ്പേ പറഞ്ഞ പോലെ ലോകം തരുന്ന സന്തോഷം എല്ലാം ലോകം എടുത്തുകൊണ്ട് പോകും. ലോകത്തിലെ പല കാര്യങ്ങളോട്, കൂട്ടുകാരോട്, ഇഷ്ടങ്ങളോടൊക്കെ ചേർന്നിരുന്നാൽ, നല്ലൊരു സിനിമ കണ്ടു, പാട്ട് കേട്ടു, കുറച്ചേറെ സന്തോഷമൊക്കെയാണ്, ഒരു പുസ്തകം വായിച്ചു, വെരി ഹാപ്പി. പക്ഷേ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. അതാവണമെങ്കിൽ, അത് തിരിച്ചറിയണമെങ്കിൽ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആസ്വദിക്കണമെങ്കിൽ എല്ലാ ദിവസവും വചനം വായിക്കണം. സോ ഒരു തീരുമാനം എടുത്തേക്കുക. കർത്താവ്, എനിക്ക് എന്നെ സംഭവിച്ചാൽ, എത്ര സങ്കടത്തിൽ കൂടെ, എത്ര ഇരുട്ടിൽ കൂടെ ഞാൻ പോയാലും വചനം വായിക്കാത്ത, വചനം കേൾക്കാത്ത ഒരു ദിവസം എനിക്ക് ഉണ്ടാവില്ലെന്ന് തീരുമാനിക്കുക. ഈശോ വലിയ ആനന്ദം നിങ്ങളിലേക്ക് തരും. ആനന്ദം നിലനിൽക്കും, അത് ആരും എടുത്തുകൊണ്ട് പോകത്തുമില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈശോ തരുന്നൊരു ആനന്ദം നിങ്ങളിലേക്ക് നിറയട്ടെ. ഇന്ന് കരഞ്ഞു പോയൊരവസ്ഥയിൽ, സങ്കടത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ഈശോയുടെ വചനം നിങ്ങൾക്ക് ആനന്ദമായി ഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.